ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീക്കുമേൽ സമൂഹം അതിൻ്റെ സദാചാര കണ്ണ് സദാസമയം തുറന്നു വയ്ക്കും. ഈ കണ്ണ് അവൾക്ക് സംരക്ഷണവും ആശ്രയവും നൽകാനുള്ളതായിരിക്കില്ല. അവൾ തെറ്റായതെന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അവളെ തെറ്റിലേക്ക് വീഴ്ത്താൻ വഴികളുണ്ടോ എന്ന അന്വേഷണത്തിലേക്കുമായിരിക്കും ഇടതടവില്ലാതെയുള്ള ഈ നോട്ടം. സമൂഹം സ്വയമേവ വിചാരണ ഏറ്റെടുക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യും. ഈ സന്ദർഭത്തിൽ ഒരു മനുഷ്യജീവി എത്രമാത്രം നിസ്സഹായയും ഒറ്റപ്പെട്ടവളുമായി മാറുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ പണ്ട് കാലത്തല്ലേ എന്ന് പലരും ചോദിക്കുമായിരിക്കും. എന്നാൽ വലിയ മാറ്റമൊന്നും ഈ 2024 സംഭവിച്ചിട്ടില്ലെന്ന് ചുറ്റിലും കണ്ണോടിച്ചാൽ നമുക്ക് കാണാം. പറഞ്ഞു വരുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ്. ലൂസിയാനോ വിൻസെൻസോണിയുടെ മൂലകഥയെ അടിസ്ഥാനപ്പെടുത്തി പാരഡീസോയുടെ സംവിധായകൻ ജുസപ്പെ ടൊർണാറ്റോറസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് 2000 പുറത്തിറങ്ങിയ ഇറ്റാലിയൻ ചിത്രമായ മലേന. മോണിക്ക ബലൂച്ചി അഭിനയിച്ച് അവിസ്മരണീയമാക്കിയ കഥാപാത്രം ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സിനിമയാണെങ്കിലും ഏകാധിപത്യത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഭൂമിക പശ്ചാത്തലമായ മലേന തുടങ്ങുന്നത് യുദ്ധവും ഭീതിയും കുഴച്ചുമറിച്ച ഇറ്റലിയിലെ 12 വയസ്സുകാരനായ റെനാറ്റോ എന്ന ഒരു ബാലൻ്റെ കണ്ണുകളിലൂടെയാണ്. 1940കളിലെ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ഇറ്റാലിയൻ നഗരമായ സിസിലിയാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം. ആ നഗരത്തിൽ എല്ലാ ആണുങ്ങളുടെയും മനസ്സ് കീഴടക്കിയവളും ആ നഗരത്തിലെ പെണ്ണുങ്ങൾ അസൂയയോടെയും വെറുപ്പോടെയും കാണുന്ന ഒരു കഥാപാത്രമാണ് മലേന. ഒരു കൗമാരക്കാരൻ്റെ മലേന എന്ന സ്ത്രീയോടുള്ള ലൈംഗിക ആകർഷണം അവനെ ഒരു ഒളിഞ്ഞുനോട്ടക്കാരനാക്കുന്നു. അവൻ്റെ കണ്ണുകളിലൂടെ മലേനയുടെ ജീവിതം, സാമൂഹിക അവസ്ഥകൾ, സമൂഹത്തിൻ്റെ മാനത എന്ന മൂടുപടമൊക്കെയും നമുക്ക് കാണാം. സുന്ദരിയും നിർഭാഗ്യവതിയും ദുർബലയും അതിലോലമായതും എന്നാൽ ഭർത്താവിനോട് അത്രമാത്രം സ്നേഹമുള്ളവളുമാണ് മലേന. മാത്രമല്ല സ്വന്തം ലൈംഗികതയും രൂപത്തെയും കുറിച്ച് ബോധ്യമുള്ളവൾ, തൻ്റെ ഇഷ്ടാനുസരണം വസ്ത്രധാരണം ചെയ്യുന്നവൾ. അതുകൊണ്ടൊക്കെയാണ് ആ നാട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും എന്തിനേറെ പറയുന്നു ചെറിയ കുട്ടികൾ പോലും അവളോട് ക്രൂരത കാണിക്കുകയും അവളെ പിന്നീട് വേശ്യയായി ചിത്രീകരിച്ച് നാടുകടത്തുകയും ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം മരണപ്പെട്ടു പോയെന്ന് കരുതിയ ഭർത്താവിൻ്റെ കൂടെ മലേന ആ നാട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആളുകൾ അവളോടുള്ള അവരുടെ പെരുമാറ്റം മാറ്റുന്നു. നമ്മുടെ സമൂഹം എത്രമാത്രം വ്യാജവും കൃത്രിമവുമാണെന്ന് പറഞ്ഞു തരികയാണ് സിനിമ. റെനാട്ടോ മലേനയെ പിന്തുടരുകയാണ്. അവളെ മറ്റാരേക്കാളും കൂടുതൽ അവൻ സ്നേഹിക്കുന്നു. അവളുടെ മുന്നിൽ താൻ ഒരു പുരുഷനായി കയറി ചെല്ലാനുള്ള സമയം കാത്തു നടക്കുന്നു. പിന്നീട് അവളുടെ ഭർത്താവ് മരിക്കുമ്പോൾ പല പകൽമാന്യന്മാരും രാത്രിയിൽ മലേനയുടെ വാതിക്കൽ മുട്ടുന്നുണ്ട്. ചിലർ ചവിട്ടി തുറന്ന് അകത്ത് കടക്കുന്നുണ്ട്. ആരും കാണാത്ത ഈ സംഭവങ്ങൾക്ക് ഒരു ദൃക്സാക്ഷി മാത്രമേ ഉള്ളൂ. അത് റെനാട്ടോയാണ്. അപ്പോഴും താൻ ഒരു പുരുഷനായി മാറുന്ന സമയത്ത് അവളെ തൻ്റേതാക്കി മാറ്റി അവളെ സംരക്ഷിക്കുമെന്നും സ്വപ്നത്തിൽ വരുന്ന മലേനയോട് അവൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിസ്സഹായനായി നിൽക്കുന്ന അവൻ പള്ളിയിൽ പോയി അപേക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവൾക്ക് വേണ്ടിയാണ്. എന്നാൽ അവൾ പീഡനത്തിൽ ഇരയാകുമ്പോൾ അവൻ പ്രാർത്ഥിച്ച വിശുദ്ധൻ്റെ പ്രതിമയെ തകർത്തെറിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുമുണ്ട്. നഗരത്തിലെ ഒരു ബോംബാക്രമണത്തിൽ അവരുടെ പിതാവും മരിക്കുകയാണ്. പട്ടിണിയിലേക്ക് വീഴുകയും ചെയ്യുന്ന അവളെ വേശ്യാവൃത്തിയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ഒടുവിൽ അമേരിക്കൻ സൈന്യം ഇറ്റലി കീഴടക്കുമ്പോൾ ആ നഗരത്തിലെ സ്ത്രീകൾ മലേനയെ അവളുടെ വീട്ടിൽ നിന്നും വലിച്ചിറക്കി തെരുവിലിട്ട് മർദ്ദിക്കുകയും നാട് കടത്തുകയും ചെയ്യുന്നു. അവരുടെ മുന്നിൽ രാത്രിയും പകലും പോയി കിടക്കം പങ്കിടുന്ന സ്വന്തം ഭർത്താക്കന്മാരെയോ പുരുഷന്മാരെയോ അവർ കുറ്റപ്പെടുത്തുന്നില്ല. അവരോടൊപ്പം നിന്ന് അവൾ നടന്നു നീക്കുന്ന കാഴ്ച കണ്ട് അവർ ഒരുമിച്ച് ചിരിക്കുകയും അവളെ ശപിക്കുകയും ചെയ്യുന്നു. റെനാട്ടോ അവളിൽ കൂടുതൽ ആകർഷണമാവുകയാണ്. മനോനില താളം തെറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. അവൻ്റെ അമ്മ അവനെ കൊണ്ട് പോകുന്നത് പള്ളിയിലേക്കും പുരോഹിതന്മാരുടെ അടുത്തേക്കുമാണ്. എന്നിട്ടും അവൻ്റെ അവസ്ഥയിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നീട് അവൻ്റെ അച്ഛൻ അവനെ കൊണ്ട് പോകുന്നത് ഒരു വേശ്യാലയത്തിലേക്കാണ്. അവന് വേണ്ടിയിരുന്നതും അതുതന്നെയാണ്. സെക്സ് എന്നത് ഏതൊരു ജീവിയെയും പോലെ മനുഷ്യനിലും ഉണ്ടാകുന്ന സ്വാഭാവികതയാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം ഇന്നും നമ്മുടെ സമൂഹത്തിൽ തീണ്ടാപ്പാടകളെ നിർത്തിയിരിക്കുന്ന ഒന്ന്. 1940കളിലാണ് ചിത്രത്തിൻ്റെ കഥ നടക്കുന്നതെങ്കിലും ഇന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാരും യുദ്ധത്തിന് പോയി ഒറ്റയ്ക്ക് താമസിക്കുന്ന പുരുഷുവിൻ്റെ ഭാര്യമാരും ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നവരും ഇന്നും 4 സുഹൃത്തുക്കൾ ചേർന്ന സമയങ്ങളിൽ വാക്കുകൾ കൊണ്ട് വ്യഭിചരിക്കപ്പെടുന്നുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കപട സദാചാരത്തിൻ്റെ നൂൽബന്ധം ഭേദിച്ച് വിശാലവാനത്തിൽ വീണ്ടും ഉയർന്നു പാറുന്ന മെലീനയുടെ സുഖകരമായ ക്ലൈമാക്സ് നമ്മുടെ രതിച്ചേച്ചിയുടെ രതിനിർവയത്തിൽ നിന്ന് വ്യത്യസ്തമാണ്.
പാവം പപ്പുവിന് പാഠപുസ്തകപ്പുറത്ത് മേയാൻ വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ നൽകി നാഗഫണക്കൊത്തേറ്റു മരിച്ച പത്മരാജൻ്റെയും ഭരതൻ്റെയും അതോടൊപ്പം 80കളിലെ നവയൗവനത്തിൻ്റെയും നിറമുള്ള ഓർമ്മകളിൽ നിന്നിരുന്ന രതിച്ചേച്ചിയുടെ നൊമ്പരങ്ങളെക്കാൾ കണ്ടുകഴിഞ്ഞാൽ നമ്മെ നീട്ടുന്നുണ്ട് മലേന. ലജോസ് കോൾട്ടായി എന്ന ക്യാമറമാൻ ഇറ്റലിയുടെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ചെടുത്ത് പ്രേക്ഷകനെ വേറൊരു ലോകത്തേക്ക് എത്തിക്കുന്നുണ്ട് സിനിമയിൽ. കൂടെ എനിയോ മാരിക്കോണിൻ്റെ പശ്ചാത്തല സംഗീതവും ചിത്രത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ മാറ്റുകൂട്ടുന്നുണ്ട്. ചിത്രം കണ്ടുതിരുന്നതോടെ മലേനയായി വേഷമിട്ട മോണിക്ക ബെലൂച്ചിയോട് ഒരുപക്ഷെ നിങ്ങൾക്കും സ്നേഹവും പ്രണയവുമെല്ലാം തോന്നിയേക്കാം. അത്രമാത്രം റിയലിസ്റ്റിക്കാണ് അവരുടെ അഭിനയം. നമ്മുടെ സമൂഹത്തിൽ ഇന്നും സ്ത്രീകൾക്ക് നേരെയുള്ള വേട്ടയാടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മലേനയെപ്പോലെ ഒരുപാട് പേരെ നമുക്ക് നമ്മുടെ ചുറ്റിലും കാണാൻ സാധിക്കും. എ സർട്ടിഫിക്കറ്റ് സിനിമയായതിനാൽ ഭാരതത്തിൽ പ്രായപൂർത്തിയായവർ മാത്രം കാണുമല്ലോ.